രാവണൻ നേരെ പോയത് മാരീചന്റെ അടുക്കലേക്കാണ്. രാവണനെ കണ്ടപ്പോൾ തന്നെ മാരീചൻ ഭയന്നു. കാരണം രാ കണ്ടാൽ ഭയക്കുന്നവനാണ് മാരീചൻ. രാമൻ ഒന്നും പറയണ്ട, രാജാവിന്റെ രാ കേട്ടാൽ മാരീചന് പേടി വരും, മിക്കവാറും പെടുക്കും. രമണി എന്ന രാ കേട്ടാലും മാരീചൻ വിഷമത്തിലാവും. കാരണം മാരീചൻ രാമബാണത്തിന്റെ എച്ചിലാണ്. പണ്ട് ഈ മാരീചനും സുബാഹുവും കൂടിയാണ് വിശ്വാമിത്രയാഗം മുടക്കിയിരുന്നത്. വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെയും കൂട്ടിയാണ് യാഗരക്ഷയ്ക്ക് വന്നത്. വിശ്വത്തിന്റെ മിത്രമായ വിശ്വാമിത്രൻ വരും വഴിക്ക് ബലയും അതിബലയും രാമലക്ഷ്മണന്മാർക്ക് ഉപദേശിച്ചു. ഒക്കെ നിങ്ങൾക്കറിയാം. താടകാനിഗ്രഹം കഴിഞ്ഞ് സുബാഹു മാരീചന്മാരെ യമിച്ച് സുബാഹുവിനെ വധിച്ച് മാരീചൻ ഭയന്നോടി വന്നിന്ന് ഒരു ചെറിയ മാരീച സന്യാസിയൊക്കെ ആയിട്ട് ജീവിക്കാം. എവിടെന്ന് ഭയന്നാലും എളുപ്പത്തിലെത്താവുന്ന രംഗം, ആരുടെയും ഉപദ്രവമില്ലാത്ത രംഗം സന്യാസമാണെന്ന് അന്നേ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. എന്നാൽ ചെട്ടി പൊട്ടിയാലും ഭാര്യ പിണങ്ങിയാലും ബിസിനസ് പൊളിഞ്ഞാലും ഇനി അത്യാവശ്യം വല്ല പെണ്ണുങ്ങളെയും അടിച്ചു മാറ്റണമെങ്കിൽ ഒക്കെ നല്ല വേഷം ഇതാണെന്ന് അന്ന് തന്നെ മനസ്സിലാക്കി. രാവണൻ ഈ വേഷത്തിലാണ് സീതയെ അടിച്ചു മാറ്റാൻ പോയത്. വേറൊരു വേഷം കൊണ്ടും സീതയെ അടിച്ചു മാറ്റാൻ പറ്റില്ല. ഇതേ വേഷത്തിലാണ് അർജുനൻ സുഭദ്രാഹരണം നിർവഹിച്ചത്. എന്നിട്ടൊന്നും അന്നും ഇന്നും ഈ വേഷത്തിന്റെ മാഹാത്മ്യം പോയിട്ടുമില്ല. അതാണ് ആളുകളുടെ ഒരു വേദന. ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഒരു ശരിയല്ലാതെ പോകും. കാരണം വേഷപ്പകർച്ചകൾക്കപ്പുറമെന്നും സനാതന സത്യത്തിന്റെ സമുജ്വല വാഗ്മിത്വം ദിവ്യതാരകമായി ശോഭിച്ചിട്ടുണ്ട് എങ്കിൽ അതിന്റെ പരമ്പരയ്ക്കന്ത്യമില്ലെന്ന് എഴുതിവെച്ച ഭാരതീയ സംഹിതകൾ ജാജ്വല്യമാനമാകുന്ന ഭൂതഭൗതിക പ്രപഞ്ചത്തിൽ സമറ്റിക് സമ്പ്രദായങ്ങൾക്ക് പോലും മതപരിവർത്തനം കൊണ്ടുപോലും ആനന്ദം കിട്ടാതെ അവസാനം ഈ വേഷമെടുത്തുടുത്തേ ജനങ്ങളെ കളിപ്പിക്കാൻ പറ്റൂ എന്ന് ബോധ്യമായ ഈ കാലഘട്ടത്തിൽ മാരീചനും ഓടിപ്പോയി ഒളിച്ചത് അങ്ങനെയാണ്. ഇനി വലിയ ശല്യമൊന്നും വേണ്ട, സ്വസ്ഥം വനവാസം. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും നാമം ജപിക്കുമ്പോഴും പുറത്തുനിന്ന് എവിടുന്നെങ്കിലും രാമെന്ന് കേട്ടാൽ മാരീചനൊന്ന് പറയും. ആ മാരീചന്റെ സവിധത്തിലാണ് രാവണൻ. രാവണൻ മാരീചനോട് കാര്യമൊക്കെ പറഞ്ഞു. മാരീചൻ ഉപദേശിക്കാനൊക്കെ നോക്കി. നീ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല പൊന്നുമോനെ. മരുമകനെന്നാണ് വിളിച്ചത്. അനന്തരവനാണ്, അമ്മാവനാണ് മാരീചൻ. അമ്മാവനോട് കാര്യമൊക്കെ ചോദിച്ചു. അമ്മാവൻ പറഞ്ഞു, മോനെ അത്ര എളുപ്പമല്ല നീ വിചാരിക്കുന്നത്. നിനക്കറിയാൻ വിചാരിച്ചു, എനിക്ക് രാമബാണത്തിന്റെ ചൂടറിയാം, നിനക്കറിയില്ല കേട്ടാണ്. അതുകൊണ്ട് നീ പോയി മര്യാദയ്ക്ക് ലങ്കയിൽ പോയിരുന്ന് രാജ്യമൊക്കെ ഭരിക്കുക. ഈ ആഗ്രഹമൊക്കെ എന്ന് വിഴിഞ്ഞ് ഇതത്ര നന്നല്ല. എന്റെ ആഗ്രഹം സാധിക്കുന്നോ അതോ എന്റെ വാളിന് ഊണാകുന്നോ എന്നാണ് അടുത്ത ചോദ്യം. മാരീചൻ ആലോചിച്ചു, ഏതായാലും ഈ ദുഷ്ടന്റെ കൈകൊണ്ട് മരിക്കുന്നതിനേക്കാൾ നല്ലത് ഈ മരിക്കുകയാണെങ്കിലും ഒരുമാതിരി അന്തസ്സുള്ളവന്റെ കൈകൊണ്ട് മരിക്കുകയാണ്. അതുകൊണ്ട് മാരീചൻ പുറപ്പെടുക.
നരിജൻ അവിടെ എത്തി. സീത സവിധത്തിൽ നിന്നും രാമനെ അകറ്റി. രാവണൻ സീതയെയും കട്ടുകൊണ്ടുപോരുകയാണ്. ഇവിടം വരെയാണ് ശൂർപ്പണഖയെ നമുക്കാവശ്യം. ഈ ഒരു തിരിച്ചിൽ രാമായണ കഥ സീതാരാമയോഗത്തിന്റെ അന്തസത്തയിലൂടെ വിദേഹത്തിൽ നിന്ന് അയോധ്യയിലേക്ക് എത്തിയിട്ട് അയോധ്യയിലെ സ്ത്രീത്വം വിച്ചിച്ചിന്തി പറിച്ചെറിഞ്ഞ സീതാരാമ സംയോഗം ഘോരകാന്താരത്തിലെങ്കിലും ഒരുമിച്ച് ശിലാതളിമത്തിലുറങ്ങി ഫലമൂലങ്ങൾ അശിച്ച് കഴിഞ്ഞു പോകാം എന്ന് വിചാരിച്ചിട്ടും സമ്മതിക്കാത്ത സ്ത്രീത്വത്തിന്റെ കുൽസിത വൃത്തിയായി രാമസീതാമാർ വേർപെട്ട് രാവണൻ അപഹരിച്ചു കൊണ്ടുപോയി. തുടർന്നുള്ള കഥയ്ക്ക് മുഴുവൻ ബീജമായി ശൂർപ്പണഖയും, ശൂർപ്പണഖയുടെ കഥയ്ക്ക് പോലും ബീജമായി മന്ധരയും നിലകൊള്ളുമ്പോൾ ഇതിഹാസ കവി രാമായണ കഥാതന്തുവിനെ വിഷമയമായ ലോകങ്ങളിലൂടെ കൊണ്ടുപോയതത്രയും സ്ത്രീത്വത്തിന്റെ അകത്തളങ്ങളിലെ കാമതപ്തമായ വൈകാരികതയുടെ ഫലം മാത്രമാണെന്ന് സൂചിപ്പിക്കുമ്പോൾ അന്നും ഇന്നും എന്നും ഈ ഭൂതഭൗതിക പ്രപഞ്ചത്തിലെ സമസ്ത യുദ്ധങ്ങളുടെയും സമസ്ത വക്കാണങ്ങളുടെയും പിന്നിൽ കാമന്ധയായ സ്ത്രീയുടെ കരചരണാദികൾ തന്നെയാണുള്ളതെന്ന് ശപിക്കപ്പെട്ട അമ്മാതിരി സ്ത്രീത്വത്തിന്റെ പിടിയിൽ പെടാതിരിക്കുവാൻ ഭാഗ്യം ചെയ്തവർക്കു മാത്രമേ കഴിയൂ എന്നാണ്. സാക്ഷാൽ നാരായണൻ മഹാവിഷ്ണു പോലും സ്ത്രീകാമനയുടെ ഗൂഢവിശ്വാസങ്ങളിൽ തപ്തഹൃദയനായി മാനവജീവിതം പൂർത്തിയാക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ അപ്പം കോല് കുത്തിവെച്ച് കോല് തന്നെ എഴുതുന്നു എന്ന് പറഞ്ഞാൽ അപ്പത്തിന്റെ കഥ പറയണമെന്നുണ്ടോ എന്ന് എന്നെയും നിങ്ങളെയും നോക്കി ഋഷികവി ചോദിക്കുമ്പോൾ കുട്ടപ്പ, അയോധ്യയിലെ ഒരു മന്ധരയും ലങ്കയിലെ ഒരു ശൂർപ്പണഖയും ഒന്ന് ഞൊടിച്ചപ്പോൾ തകർന്നതാണ് സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാരമാഹാത്മ്യങ്ങൾ അത്രയുമെങ്കിൽ ചുറ്റും നടമാടുന്ന സ്ത്രീത്വത്തിന് നടുക്ക് ഓടിച്ചാടി കളിക്കുന്ന നിന്റെ ജീവിതത്തിനെന്ത്
അർത്ഥമാണുള്ളതെന്ന് ഋഷികവി എന്നെയും നിങ്ങളെയും നോക്കി ചോദിക്കുന്നുവോ? ഈ ചോദ്യത്തിന്റെ അടിയൊലി കാതുകളിൽ മർമ്മരങ്ങൾ ഉളവാക്കുമെങ്കിൽ മാനവചേതന മുക്തിയുടെ സോപാനത്തിലേക്കുയരാതിരിക്കില്ലെന്ന് ആർക്കാണറിയാത്തത്? മാനവചേതനയെ പിടിച്ചുലയ്ക്കുന്ന കർമ്മരഹസ്യത്തിന്റെ അഗാധതകളിൽ സ്ത്രൈണ ജീവിതത്തിന്റെ വമ്പും വീറും ഊടും പാവുമായി പാകി വരച്ച ഈ ചിത്രത്തിൽ എങ്ങനെയായിരിക്കണം സ്ത്രീയെന്ന് സ്ത്രീയോടും എങ്ങനെയായിരിക്കണം സ്ത്രീയെ സങ്കല്പിക്കേണ്ടതെന്ന് പുരുഷനോട് ഒരുപോലെ സൂചിപ്പിച്ച ഋഷികവി ഒരു സതീരത്നത്തെ ഇതിനപ്പുറം നമുക്ക് തന്നു. അവളുടെ ചരിതം രാമായണവുമായി. രാമായായനം ഇതി രാമായണം. അവളെ കൂടെ പരിചയപ്പെടുമ്പോൾ ഈ ഇതിവൃത്തം പൂർത്തിയാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. രാമായണത്തില് ഒരു കഥാപാത്രമേ ഉള്ളൂ. മാംസചക്ഷുസ് വെടിഞ്ഞു നോക്കിയാൽ ഇതുവരെ നാം കണ്ട കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ മാംസചക്ഷുസിന് മുമ്പിൽ പ്രത്യക്ഷമാകുന്ന കഥാപാത്രങ്ങൾ. വാൽമീകി തരുന്ന ദിവ്യചക്ഷുസിന്റെ പ്രഭാവത്താൽ രാമായണം പരതിയാൽ ഒരു കഥാപാത്രമേ ഉള്ളൂ, രാമ. ജനകനന്ദിനി. രാമൻ സുബാഹുമാരീചന്മാരെ യമിച്ച് താടകയെ വധിച്ച് കൗശിക മുനിയോടുകൂടി വിദേഹത്തിലേക്ക് കിടക്കുന്ന ഒരു രംഗമുണ്ട്. അഹല്യയ്ക്ക് മോക്ഷവും കൊടുത്തു. അങ്ങനെയാണല്ലോ സീതയെ വേട്ടത്. രംഗമൊക്കെ ഗംഭീരമാണ്. ഓർത്തപ്പോൾ അതിലൊരു മനോഹരമായ രംഗം കൂടിയുണ്ട്. അധ്യാത്മരാമായണത്തിൽ, വാൽമീകി രാമായണത്തിലല്ല, അധ്യാത്മരാമായണം. അഹല്യയ്ക്ക് മോക്ഷം കൊടുത്തിട്ട് തോണി കിടക്കാൻ, തോണിയിലേക്ക് കാലുവയ്ക്കാൻ തുടങ്ങുമ്പോൾ തോണിക്കാരൻ ഓടി വരും. നാവിക ഊജു. നാവികൻ ഓടി വന്ന് പറയും, അരുത് പ്രഭു, തോണിയിൽ ഇപ്പൊ കാലുവയ്ക്കരുത്. ക്ഷാളയാമി തവ പാദ പങ്കജം നാഥ. കരഞ്ഞുണ്ടാ പറയും. ക്ഷാളയാമി തവ പാദ പങ്കജം നാഥ. അല്ലയോ നാഥ, ഞാൻ അങ്ങയുടെ കാലൊന്ന് കഴിയിക്കോട്ടെ. ദാരുദൃശതോകിമന്തരം. കടിയും കല്ലും തമ്മിൽ ഏതെന്താ? രണ്ടും ഒന്നുപോലല്ലേ? മാനുഷീകരണ ചൂർണമസ്മിതേ. അങ്ങയുടെ കാലിൽ ഒരു പൊടി പറ്റിയിരുന്നു, ഒരു ചൂർണം, ഒരു ദിവ്യമായ ചൂർണമാണ് അങ്ങയുടെ കാലിൽ പറ്റിയിരിക്കുന്നത്. ഞങ്ങളുടെ കാലിലെ പോലെ മണ്ണിന്റെ പൊടിയല്ലത്. ആ ചൂർണത്തിന്റെ പേര് മാനുഷീകരണ ചൂർണം. ഈ കഥ വളരെ പ്രസിദ്ധമാണ്. ഭാവയോലിതി കഥാപ്രതീയസി. വളരെ പ്രസിദ്ധമായി കഥ കേട്ടിട്ടുണ്ട്. നാഥ, അങ്ങയുടെ കാൽപാദങ്ങളിൽ ഒരു ചൂർണം പറ്റിയിരിപ്പുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഞാനൊന്ന് കഴുകിക്കളഞ്ഞോട്ടെ. ആ ചൂർണം കഴുകിക്കളഞ്ഞില്ലെങ്കിൽ അങ്ങ് എന്റെ വള്ളത്തെ ചവിട്ടുമ്പോൾ അതും ഒരു സ്ത്രീയായി മാറിയ എന്റെ വയറ്റിപ്പഴപ്പ്. ഇപ്പൊ ഒന്നിനു തന്നെ ചെലവിന് കൊടുത്ത് മുടിഞ്ഞു നിൽക്കുക. പൊരണുണ്ട് വീട്ടില്. ഇനി വള്ളവും കൂടെ സ്ത്രീയായി കൂടെ കൂടിയാൽ അതുകൊണ്ട് ഞാനൊന്ന് കഴുകട്ടെ.
ഇങ്ങനെ മനോഹരങ്ങളായ രംഗങ്ങളുമുണ്ട്. ആ രാമനാണ് വിദേഹത്തിലെത്തുന്നത്. വിദേഹത്തിലെത്തി ത്രയംബകമൊടിച്ചു, സീതയെ വിട്ടു. സീതയുടെ സന്തോഷമൊക്കെ എഴുത്തച്ഛനും ഭംഗിയായി പറയുന്നു. മൈഥിലി മയിൽപ്പേട പോലെ സന്തോഷം പൂണ്ട, കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും. മയിൽപ്പേടയെ പോലെ മൈഥിലി സന്തോഷം പൂണ്ടു എന്ന് പറയുമ്പോൾ രാമന്റെ നിറം കാർമേഘത്തിന്റെ നിറമാണ്. തനി കറുപ്പനാണ് ഈ രാമനും കൃഷ്ണനും. രാമന്റെ വിവാഹത്തോടൊപ്പം വിദേഹൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ ഇവർക്കുമൊക്കെ തന്റെ പുത്രിമാരെ ഏൽപ്പിച്ചു കൊടുത്ത് അയോധ്യയിലേക്ക് പോയി. അയോധ്യയിൽ വന്ന് കാലുകുത്തി വിദേഹത്തിൽ നിന്ന് അയോധ്യയിലേക്ക് എത്തിച്ചേർന്ന സീത അവിടുന്ന് അങ്ങോട്ട് അനുഭവിക്കുന്ന ത്യാഗത്തിന്റെ മനോഹര നിമിഷങ്ങൾ. ക്ലേശത്തിന്റെ എന്ന പദം ഉപയോഗിക്കരുത്. സീതാദുഃഖത്തിന്റെ ഒരു വരി പോലും സീതയുടെ വാക്കുകളിൽ രാമായണത്തിലില്ല. സീതയായി നിങ്ങൾ മാറുമ്പോഴുണ്ടാകുന്ന ദുഃഖം നിങ്ങളുടെ കാമതപ്തമായ മനസ്സിന്റെ ദുഃഖമാണ്, സീതാദുഃഖമല്ല. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. ഹരി ഓം. ഹരി.